നമസ്കാരം. ഊട്ടുപുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുട്ട മസാല ഇഡ്ഡലിയാണ്. അപ്പോൾ അതിന് നമുക്ക് മസാല ആദ്യം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പച്ചമുളകാണ്, അതും കൂടിയും ചേർത്ത് കൊടുക്കാം, കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി കട്ട് ചെയ്താണ്, കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമ്മളെ സവാള വാടി വന്നു. അതിലേക്ക് നമ്മൾ ചെറിയൊരു തക്കാളി കഷ്ണാക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഒന്ന് വാടി വരട്ടെ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ചേർക്കുക, കുറച്ച് മുളക് പൊടിയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മളൊരു മുട്ടയാണ് ചേർക്കുന്നത്. നന്നായി പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് വെച്ചാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് മുട്ട മാത്രം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മുട്ടയൊക്കെ റെഡി ആയിട്ട് നമുക്ക് ഈ മസാല ഉള്ളിയൊക്കെ ഒന്നിച്ചങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ മസാല റെഡി ആയിട്ടോ, ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ചെമ്പ് വെച്ചെടുക്കാം. അപ്പം നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഇങ്ങനെ മസാല റെഡി കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ കുറേശ്ശെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഇഡ്ഡലീൻ്റെ മാവ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളെ മുട്ട മസാല ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. മസാല ഇല്ലാത്ത ഒരു 4 കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ പ്ലീസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. ഓക്കെ, ബൈ.